ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും ഉണ്ടാകുന്ന കുഴപ്പമുണ്ടാകുന്നു. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കൈയിരിപ്പ് കാരണമായി മാത്രം. പ്രളയമുണ്ടായാൽ, കൊടുങ്കാറ്റുണ്ടായാൽ, പേമാരി കോരിച്ചൊരിഞ്ഞ് നമ്മുടെ നിയന്ത്രണങ്ങൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാൽ കയ്യിലിരിപ്പ് മാത്രമാണ് കാരണമെന്നുള്ള പറയുക. എന്തിനെന്നറിയോ? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ ചെയ്തു കൂട്ടിയത് ചിലതിൻ്റെ രുചി അവരനുഭവിക്കാൻ. കുറച്ച്, എല്ലാം കൂടെ കൊടുക്കുന്നില്ല ഇവിടെ. അവർ ചെയ്ത എല്ലാ തെറ്റിനും ശിക്ഷ ഇവിടെ കൊടുക്കില്ല. ചിലതൊന്ന് തിരിച്ചറിഞ്ഞ്, എന്നിട്ട് ലഅല്ലഹും യർജിഊൻ, അവർ നേരായ ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വരാനൊന്ന് റിട്ടേൺ ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ തൂത്തുവാരി കളയാൻ പാടില്ലേ? ഈ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളെയും അനുകൂലമാക്കുന്നതും പ്രതികൂലമാക്കുന്നതും യഥാർത്ഥത്തിൽ ഈ വസ്തുക്കൾ സ്വയമല്ല. ഒരു വസ്തുവിനും ഒരു പദാർത്ഥത്തിനും സ്വന്തമായി നമുക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാനാവില്ല എന്ന പരിശുദ്ധമായ ഇസ്ലാമിയൻ തൗഹീദിൻ്റെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നത്. സ്വന്തമായി ഇതിനൊന്നും നമുക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. ഇതേ വസ്തു തന്നെ നമുക്ക് വിനയാകും. ഏറ്റവും വലിയ ഉപകാരി നമുക്ക് വിനയാവുകയാണ്. തീ വിനയാവുകയാ, വെള്ളം വിനയാവുകയാ, മണ്ണ് വിനയാവുകയാ, എല്ലാം വിനയാവുകയാ. എന്നാൽ ഇത് ഉപകാരമല്ലേ? വായു വിനയാവുകയാ, കൊടുങ്കാറ്റായി പരിണമിക്കുകയാ. പക്ഷെ വായു ഇല്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും ആകുമോ? അപ്പം എല്ലാം ഉപകാരമാണ്. ഉപകാരത്തിന് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഇതേ വസ്തു തന്നെ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ നമുക്ക് വിനയായി പരിണമിക്കുന്നുവെങ്കിൽ ഇവിടെ ചില ആലോചനകൾക്ക് സ്ഥാനമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ട മാസങ്ങളിൽ നീണ്ടുനിന്ന കൊടും വരൾച്ചയായിരുന്നു ഇക്കാലം അത്രയും നമ്മെ അലോസരപ്പെടുത്തിയിരുന്ന ഓർമ്മകളെങ്കിൽ, ഒരു തുള്ളി മഴയ്ക്ക്, ഒരു മഴ പെയ്ത്തിന് വേണ്ടി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾക്ക് ഏതാണ്ട് വിരാമമായതുപോലെ ഇപ്പോൾ നമ്മുടെ പ്രശ്നം, നമ്മുടെ ചർച്ചയായി മാറുന്നത് മഴയാണ്, തോരാ മഴയാണ്. ഒരുപക്ഷെ മഴക്കെടുതികൾ വരെ നമ്മുടെ ചർച്ചയായി മാറുന്ന വളരെ പെട്ടെന്നുള്ള പരിണാമത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടാണ്, വരൾച്ചയാണ്, വെള്ളമില്ലായ്കയാണ് നമ്മുടെ പ്രശ്നം എന്നുള്ള ആ ചിന്തകൾ പോലും നമുക്ക് പോയ മട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ അനുഭവിച്ച തീക്ഷ്ണമായ ചൂടിനെക്കുറിച്ച് നമ്മൾ അല്പം പോലും ആലോചിക്കുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മൾ തണുപ്പിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, വരുന്ന നാളുകളിൽ നീണ്ടുപോകുന്ന മഴ നമുക്ക് എന്തെന്ത് ദുരന്തങ്ങളാണ് വരുത്തി വയ്ക്കാൻ പോകുന്നതെന്നതിനെക്കുറിച്ചുള്ള ചിന്തകളിലുമാണ്. ഇന്ന് എന്നോട് ഒരു സഹോദരൻ വിളിച്ചപ്പോൾ പറഞ്ഞു, സുബഹിക്ക് പള്ളിയിലെത്തിച്ചേർന്ന് എനിക്ക് നമ്മുടെ അപ്പുറത്തെ കവലയിലുള്ള ജംഗ്ഷനിലുള്ള വെള്ളക്കെട്ട് മുമ്പോട്ടുള്ള വീട്ടിലേക്കുള്ള പ്രയാണത്തിന് തടസ്സമായി എന്ന്. അപ്പോൾ വെള്ളക്കെട്ടായി, വെള്ളത്തിൻ്റെ പ്രയാസങ്ങളായി വളരെ പെട്ടെന്നാണ് നമ്മുടെ ജീവിതക്രമം വഴിമാറിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെല്ലാവരും സൂറത്തുൽ വാഖിഅയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത്, അള്ളാഹു അവൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായി മനുഷ്യരായ നമുക്ക് പരിചയപ്പെടുത്തി തന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞത് ഈ മണ്ണും അതുപോലെ തന്നെ ഈ വെള്ളവും ഈ തീയും ഒക്കെ തന്നെയായിരുന്നില്ലേ? കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളിൽ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരുന്ന സൂറത്തുൽ വാഖിഅയുടെ സന്ദേശം ഇത് തന്നെയായിരുന്നു. അള്ളാഹു നമ്മോട് ചോദിച്ചത്, ഈ മണ്ണിൽ നിന്ന് വിത്ത് മുളപ്പിക്കുന്നത് ആരാണ് എന്ന്, അതുപോലെ തന്നെ ബീജത്തിൽ നിന്ന് മനുഷ്യരായ നിങ്ങൾക്ക് മനോഹരമായ രൂപം നൽകുന്നതും ജന്മം നൽകുന്നതും ആരാണ് എന്ന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്വലിക്കാനും നിങ്ങൾക്ക് കത്തിക്കാൻ ആവശ്യമായ, വിളക്ക് തെളിയിക്കാൻ ആവശ്യമായ, നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ തീ സമ്മാനിച്ചതാരാണ്?
നിങ്ങൾക്ക് ഈ ലോകത്ത് ആകാശസീമകളിൽ നിന്ന് പെയ്തിറങ്ങുന്ന വെള്ളം തന്നത് ആരാണ് എന്നൊക്കെയുള്ള അള്ളാഹുവിൻ്റെ ചോദ്യങ്ങളെ നാം ചിന്തിക്കുകയായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു. സത്യത്തിൽ ആ വലിയ ചിന്താവിഷയത്തിലേക്കല്ല യഥാർത്ഥത്തിൽ പുതിയ കാലാവസ്ഥയുടെ വ്യതിയാനം നമ്മളെ വീണ്ടും കൂടുതൽ അടുപ്പിക്കുന്നത്, നമ്മൾ കൂടുതൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലയിലുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും എപ്പോഴും നമ്മെ ചേർന്ന് നിൽക്കുന്നതുമായ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ, ഈ വേനലും ഈ ചൂടും ഈ വരൾച്ചയും ഈ മഴയും ഈ മണ്ണുമൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മെ ഈ ലോകത്ത് നിലനിർത്തുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾ എന്തുകൊണ്ട് വേണ്ട വിധം ഉയരുന്നില്ല എന്നതാണ് എപ്പോഴും അള്ളാഹുവിനെ അലോസരപ്പെടുത്തുന്ന സംഗതി. അള്ളാഹുവിൻ്റെ ദാസന്മാർ അവന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ മനോഹരമായ ഇത്തരം അനുഗ്രഹങ്ങളിലൂടെ അവൻ്റെ ദൈനംദിന ജീവിതം നിരന്തരമായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ അനുകൂല ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവൻ്റെ ഓരോ നിമിഷവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ, തീയുടെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട്, മണ്ണിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ആസ്വദിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ വിസമ്മതിക്കുമ്പോൾ, ഇതെല്ലാം നമുക്ക് ഗുണമാക്കി തന്ന ഒരു ശക്തിയുണ്ട് ഇവിടെ, ഇതെല്ലാം നമുക്ക് അനുകൂലമാക്കി തന്ന ഒരു പടച്ചവനുണ്ട് ഇവിടെ. ഇതൊക്കെ പ്രകൃതിയുടെ സ്വാഭാവികമായ പരിണാമത്തിൻ്റെ ഭാഗമായി രൂപാന്തരപ്പെട്ടതാണ് മണ്ണെന്നും വെള്ളമെന്നും അതുപോലെ തന്നെ അഗ്നിയെന്നുമൊക്കെ പറയുന്നവർ എത്രമാത്രം അർത്ഥശൂന്യമായ, അബദ്ധജടിലമായ, ബുദ്ധിശൂന്യമായ, മൃഗീയമായ ചിന്തകൾക്കാണ് അടിമപ്പെട്ടിരിക്കുന്നതെന്നുമൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ കുറച്ചൊക്കെ നമ്മൾ പങ്കുവച്ചതാണ്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, വെള്ളത്തിന് വ്യാഖ്യാനം നൽകാൻ ശാസ്ത്രത്തിനാവില്ല എന്ന്, മനുഷ്യബുദ്ധിക്കാവില്ല എന്ന്. തീക്ക് വ്യാഖ്യാനം നൽകാൻ പദാർത്ഥത്തിൻ്റെ മാറ്ററിൻ്റെ ഏത് സ്റ്റേജിലാണതുള്ളത് എന്ന് പോലും വിശദീകരിക്കാൻ ശാസ്ത്രത്തിനിന്നും ആയിട്ടില്ല എന്ന്. ഇങ്ങനെ ഈ മണ്ണിൻ്റെ ഉൽപ്പാദന പ്രക്രിയയുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘടകങ്ങൾ എന്താണ്? മണ്ണിൽ നട്ടുവെക്കുന്ന ചെടികളെ വളർത്തുന്നത്, വലുതാക്കുന്നത്, അതിൽ നിന്ന് ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അതിലെ ഏത് ഫാക്ടറാണ് എന്ന് കൃത്യമായ നിലയിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ ഫാക്ടറികളെ സന്നിവേശിപ്പിച്ച ശക്തി ഏതാണ് എന്ന് പറയാനോ ഈ ലോകത്ത് ശരിയായ നിലയിൽ ഒരു വിശദീകരണം നൽകാൻ ലോകം അശക്തമാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അനുഭവങ്ങളില്ലെങ്കിൽ, ഇവയില്ലെങ്കിൽ, ഈ പദാർത്ഥങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം അമ്പേ ദുസ്സഹമാകുന്ന വിധത്തിലുള്ള ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ, ഈ പദാർത്ഥങ്ങളുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ, ഇത് തന്നെയല്ലേ നമുക്ക് പിന്നീട് വിനയായി വരുന്നതും. മണ്ണല്ലേ മണ്ണിടിച്ചലായി, മലവീഴ്ചയായി പലപ്പോഴും നമ്മളെ അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തീയല്ലേ പലപ്പോഴും നമുക്ക് വലിയ വലിയ തീപ്പിടുത്തങ്ങളായി രൂപാന്തരപ്പെട്ട് വലിയ വലിയ നാശനഷ്ടങ്ങൾക്ക് നമ്മെ കാരണമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളമല്ലേ, ഇതേ വെള്ളം തന്നെയല്ലേ നമ്മെ പലപ്പോഴും പ്രളയക്കെടുതിയിൽ ആഴ്ത്തിക്കളയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ട അർത്ഥമുള്ള ഒരു ചിന്തയില്ലേ? യഥാർത്ഥത്തിൽ ഗുണമാകാൻ വേണ്ടി പ്രകൃതി ഒരുക്കി എന്ന് ദൈവനിഷേധികൾ പറയുന്ന, ഗുണമാക്കി തന്നുവെന്ന് അള്ളാഹു പറയുന്ന ഈ വസ്തുക്കൾ നമുക്ക് ഗുണമായി എത്രയോ കാലങ്ങളായി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ആ സംഭാവനകൾ ചില പ്രത്യേക നിമിഷങ്ങളിൽ എന്തേ പിൻവലിക്കുന്നു? എന്തുകൊണ്ട് ആ ഗുണം ദോഷമായി പരിണമിക്കുന്നു? ഗുണമാകേണ്ടത് ഗുണമായി തന്നെ നിൽക്കേണ്ടതല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? നൈരന്തര്യം അതിനുണ്ടാകേണ്ടതല്ലേ? സൂര്യൻ കാലം ഇത്രയായി ഉദിച്ചിട്ട് ആ ഉദിക്കുന്ന സൂര്യൻ ഇതുവരെ കിഴക്കുന്നുദിക്കുന്ന വടക്കുന്നാക്കിയില്ലല്ലോ, അത് പടിഞ്ഞാട്ടുന്നാക്കിയില്ലല്ലോ, അത് തെക്കുന്നാക്കിയില്ലല്ലോ. കൃത്യമായ നിലയിൽ അങ്ങനെ ഒരു ചെറിയ ഒരു വ്യതിയാനം പോലും പ്രപഞ്ചത്തിൻ്റെ ഘടനയെ താളം തെറ്റിക്കുമെന്ന് കൃത്യമായി ബോധ്യത്തോടുകൂടി ആ പ്രകൃതിയുടെ പ്രതിഭാസം ഇന്നും ഉദിക്കുന്നിടത്ത് തന്നെ ഉദിക്കല്ലേ, മാറ്റം അതിന് വന്നില്ലല്ലോ. അമ്പെ അപകടപ്പെടുത്തുന്ന മാറ്റത്തിന് എന്തുകൊണ്ട് സൂര്യൻ സന്നദ്ധമാകുന്നില്ല? അപ്പോൾ സൂര്യൻ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും നമുക്ക് നേർക്ക് നേരെ പ്രയോജനം തന്നുകൊണ്ടിരിക്കുന്ന
ഈ വസ്തുക്കൾ നമുക്ക് ചിലപ്പോഴൊക്കെ വലിയ ഉപകാരങ്ങൾക്ക് ശേഷം വിനയായി പരിണമിക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ഇതിൻ്റെ പിന്നിലെന്നും ഈ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളെയും അനുകൂലമാക്കുന്നതും പ്രതികൂലമാക്കുന്നതും യഥാർത്ഥത്തിൽ ഈ വസ്തുക്കൾ സ്വയമല്ല. ഒരു വസ്തുവിനും ഒരു പദാർത്ഥത്തിനും സ്വന്തമായി നമുക്ക് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാനാവില്ല എന്ന പരിശുദ്ധമായ ഇസ്ലാമിയൻ തൗഹീദിൻ്റെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നത്. സ്വന്തമായി ഇതിനൊന്നും നമുക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. ഇതേ വസ്തു തന്നെ നമുക്ക് വിനയാകും. ഏറ്റവും വലിയ ഉപകാരി നമുക്ക് വിനയാവുകയാണ്. തീ വിനയാവുകയാ, വെള്ളം വിനയാവുകയാ, മണ്ണ് വിനയാവുകയാ, എല്ലാം വിനയാവുകയാ. എന്നാൽ ഇത് ഉപകാരമല്ലേ? വായു വിനയാവുകയാ, കൊടുങ്കാറ്റായി പരിണമിക്കുകയാ. പക്ഷെ വായു ഇല്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും ആകുമോ? അപ്പം എല്ലാം ഉപകാരമാണ്. ഉപകാരത്തിന് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഇതേ വസ്തു തന്നെ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ നമുക്ക് വിനയായി പരിണമിക്കുന്നുവെങ്കിൽ ഇവിടെ ചില ആലോചനകൾക്ക് സ്ഥാനമുണ്ട്. എന്തേ നിങ്ങൾ ചിന്തിക്കാത്തു? അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ സുമ്മ ലാ യതൂബൂൻ. അവലാ യറൗന, എന്തേ അവർ കാണാത്തു? എന്തേ അവർ കണ്ണു തുറന്നു നോക്കാത്തത്? അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ, അവരെല്ലാ വർഷവും കടുത്ത നിലയിൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന്. ഫീ കുല്ലി ആമിൻ, എല്ലാ വർഷങ്ങളിലും കടുത്ത പരീക്ഷണങ്ങൾക്ക് എല്ലാ വർഷങ്ങളിലും അവർ വിധേയമാക്കപ്പെടുന്നുണ്ടെന്ന്. മറത്തൻ ഔ മറത്തൈൻ, ഒരു വട്ടമോ ചിലപ്പോൾ 2 വട്ടമോ ഒക്കെ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഗുണമായി തീരേണ്ടവയെ ദോഷമായി പരിവർത്തിപ്പിച്ചുകൊണ്ട് അവരെ കടുത്ത പരീക്ഷണങ്ങൾക്ക് അള്ളാഹു വിധേയമാക്കുന്നുണ്ടെന്നുള്ളത് എന്തേ അവർ ചിന്തിക്കാത്തത്? ഇല്ലേ? എല്ലാ കൊല്ലവും ഇല്ലേ ഈ പ്രളയക്കെടുതിയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ പേരിലുണ്ടാകുന്ന കൃഷിനഷ്ടങ്ങളുടെ പ്രശ്നങ്ങൾ? എല്ലാ വർഷവും അത് കണക്കെടുക്കുന്നതിന് വേണ്ടി 1 വട്ടം അല്ലെങ്കിൽ 2 വട്ടം അതിനുവേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നില്ലേ? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് എന്തേ അവർ ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലേക്ക് അത് വരരുതല്ലോ. കറങ്ങുന്ന ഭൂമി 1 മണിക്കൂർ 1 സെക്കൻഡ് കൊണ്ട് നമ്മയും കൊണ്ട് 18 മൈൽ 30 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ ഭൂമി, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കറക്കത്തിൻ്റെ വേഗം കൂട്ടിയിട്ടില്ലല്ലോ, കുറച്ചിട്ടില്ലല്ലോ, കറങ്ങാതിരിക്കുന്നില്ലല്ലോ, അതിലൊന്നും ഒരു പരിവർത്തനവുമില്ലല്ലോ. ഉണ്ടോ? സൂര്യൻ അതിൻ്റെ ഉദയം കൃത്യമായ നിലയിൽ ഉദിക്കേണ്ടിടത്ത് നിന്ന് ഉദിക്കാതിരിക്കുന്നില്ലല്ലോ, അസ്തമിക്കാതിരിക്കുന്നില്ലല്ലോ. അപ്പം ഈ ഭൂമിയുടെ ആമൂലാഗ്രമുള്ള അടിസ്ഥാന ഘടനയെ താളം തെറ്റിക്കുന്ന വിധത്തിൽ ഈ പ്രകൃതി ഒരു വിധത്തിലും ഒരിക്കലും 1 വർഷത്തിലോ 2 വർഷത്തിലോ എന്നല്ല, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും യുഗങ്ങളും കടന്നു പോകുമ്പോഴും പ്രവർത്തിക്കാത്ത ഈ ഭൂമി പക്ഷേ എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങൾ ആണ്ടിൽ 1ഉം 2ഉം വട്ടം നമുക്കെതിരായി പരിണമിക്കുന്നത് എന്നെന്തേ അവർ ചിന്തിക്കാത്തു എന്ന് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യവും ഈ ചിന്തയൊക്കെ നമുക്കില്ലാത്തത്. നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചുമ്മാ കിട്ടുന്ന ആനുകൂല്യം ഇങ്ങ് പോന്നോട്ടെ, അത് തന്നെ നമ്മുടെ ഉള്ളിൽ ചുമ്മാ കിട്ടുന്നതല്ല, അതിങ്ങ് പോരുന്നു, ഞങ്ങൾ സുഖിക്കുന്നു, ആസ്വദിക്കുന്നു. നമുക്കൊക്കെ എങ്ങനെയാണല്ലോ നമ്മുടെ കാരണവന്മാർ തേടിയിട്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ലല്ലും അലട്ടലും അറിയാതെ മക്കിയാതെ മക്കൾക്ക് നമ്മളെല്ലാം കൊടുത്ത് വളർത്തിയാൽ എപ്പോഴെങ്കിലും നമ്മുടെ മക്കൾ ചിന്തിക്കുമല്ലോ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കാരണവന്മാർ തന്നതിനെ കുറിച്ച്? ഈ നിന്നയാണ്, ഈ നന്ദികേടാണ് മനുഷ്യന്റെ സഹജമായ, അതാണ് അവൻ്റെ ഏറ്റവും വലിയ കൊള്ളരുതായിക. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ആനുകൂല്യങ്ങൾ ആ ജീവനാന്തം പറ്റിയിട്ടും പടച്ചവനെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് അത് ആലോചിക്കാൻ ആവർത്തിച്ച് അവൻ്റെ ഗ്രന്ഥം പറഞ്ഞിട്ട്, അത് ഓർമ്മിപ്പിക്കാൻ അവൻ്റെ പ്രവാചകന്മാർ വന്നിട്ട്, നിങ്ങൾ അത് ചെയ്തില്ല എങ്കിൽ നന്ദി കേട് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും അത് ഓർമ്മിപ്പിക്കാത്ത നമുക്ക് സത്യത്തിൽ നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നമ്മുടെ ഭാര്യമാരിൽ നിന്ന് തിരിച്ചടികൾ വരുമ്പോൾ വേദനയുണ്ടാകുന്നുവെങ്കിൽ ആ വേദനയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ അടിസ്ഥാനപരമായി മനുഷ്യത്വപൂർവ്വം ചിന്തിച്ചാൽ ഈ ആനുകൂല്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട കാലം എത്രയായി? കാലം എത്രയായി പെയ്തിറങ്ങുന്ന മഴ,
അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആ അനുഗ്രഹങ്ങളെ എത്രയോ വട്ടമാണ് അള്ളാഹു തആല എടുത്തനുസ്മരിപ്പിക്കുന്നത്. അത് അള്ളാഹുവിന് നിസ്സാരമല്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വട്ടമാ ചോദിച്ചത്? ഇതൊന്ന് ചിന്തിക്കാത്തത് എന്തേ നിങ്ങൾ? ഇതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ഒരല്പം ഒന്ന് ആലോചിച്ചാൽ നിങ്ങളുടെ ജീവിതം എത്ര കണ്ട് മാറിപ്പോവും. എത്രമാത്രം നല്ല ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി നിങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതം എത്ര കണ്ട് ആളുകൾക്ക് ആകർഷണീയമാകും. നിങ്ങളുടെ മനോഭാവങ്ങളിൽ എത്രമാത്രം ഗുണപരമായ ചലനങ്ങൾ സൃഷ്ടിക്കും. അഫലം യൻളുറൂ ഇലസ്സമാഇ ഫൗഖഹും, നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ മുകളിലുള്ള ആകാശത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? കൈഫ ബനൈനാഹ, എങ്ങനെയാണ് നാം അവ നിർമ്മിച്ചതെന്ന്. വസയ്യന്നാഹ, എങ്ങനെയാണ് നാം അവ അലങ്കരിച്ച് ആകർഷകമാക്കിയിട്ടുള്ളതെന്നും. ഒരു തകരാറുമില്ലാതെ, ഒരു താളപ്പഴയുമില്ലാതെ വളരെ കൃത്യമായ നിലയിൽ അവയെ നാം സൃഷ്ടിച്ച് കൃത്യമായ സ്ഥാനങ്ങളിൽ അവയെ നിർണയിച്ചിരിക്കുന്നതും, അതോടൊപ്പം തന്നെ നാം അവയെ മനോഹരമായി പ്രകൃതിക്കൊരഴകായി അലങ്കാരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്നതും. രാത്രി സമയങ്ങളിൽ ആകാശസീമകളിലേക്ക് കണ്ണുയർത്തി നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾ എത്ര വലിയ അഴകാണ്, എത്ര വലിയ ഡെക്കറേഷനാണ് ഈ ഭൂമിക്ക്. അള്ളാഹു പറയുകയാണ്, അതിനൊരു വിടവുമില്ലല്ലോ. എന്തെങ്കിലും താളപ്പിഴയുണ്ടോ, തകരാറുണ്ടോ? വളരെ കൃത്യമായല്ലേ അത് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. അത് താനെ ഉണ്ടായി താനെ അങ്ങ് നിൽക്കുകയാണോ? ഈ മാറ്റമൊക്കെ അങ്ങനെയെല്ലാം താനെ ആണെങ്കിൽ പിന്നെ ഈ കാറ്റും ആ ഗുണപരമായ സ്വഭാവത്തിൽ താനേ നിൽക്കണം. ഈ മഴയും ആ ഗുണം തന്നുകൊണ്ട് താനേ നിൽക്കണം. കൃത്യമായ സീസണിൽ മഴ വന്നുകൊണ്ടിരിക്കണം, കൃത്യമായ സീസണിൽ മഴ അവസാനിക്കണം, കൃത്യമായ സീസണിൽ കാറ്റടിക്കണം, കൃത്യമായ നിലയിൽ എല്ലാം അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ അങ്ങനെ ആകണ്ടേ? എന്താ പിന്നെ അങ്ങനെ ആകുന്നില്ല? ഒമാ ലഹാ മിൻ ഫുറൂജ്, എല്ലാം കൃത്യമല്ലേ? വല്ലർള മദദ്നാഹ, ഭൂമിയെ നാം എങ്ങനെയാണ് നിങ്ങൾക്കായി വികസിപ്പിച്ചു തന്നത്. വൽഖൈനാ ഫിഹാ റവാസിയ, അടിയുറച്ച പർവ്വതങ്ങളെ റവാസിയ, ജിബാൽ എന്ന് പറയുന്നിടത്ത് പർവ്വതങ്ങൾക്ക് ജിബാൽ എന്ന് പറഞ്ഞാൽ മതി. റവാസിയ എന്ന് പറഞ്ഞാൽ അടിയുറച്ച എന്നാണ്. മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് എത്രയാണോ അതിൻ്റെ 9%, അതിൻ്റെ 90% താഴേക്ക് അടിവേരുകളുണ്ട് അത്ര പർവ്വതങ്ങൾക്ക്. മഞ്ഞുമലകൾ പർവ്വതങ്ങളിൽ പൊങ്ങി നിൽക്കുന്നത് എത്രയാണോ അത്രയും അതിൻ്റെ 90% താഴോട്ടാണ് മഞ്ഞുമലകൾക്ക് ആഴമുള്ളതെന്ന പോലെ പർവ്വതങ്ങളെയും റവാസിയ, ആഴത്തിലുറച്ച പർവ്വതങ്ങളെയും നാം ആ ഭൂമിയിൽ സ്ഥാപിച്ചതല്ലേ? ഇതൊക്കെ പടച്ചോൻ തന്നതല്ലേ? ആരാണ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത്? ഭൂമിക്ക് വേരുകളുണ്ട്, ഭൂമി ആണിയാണ്. വൽജിബാല ഔത്താദ, ഭൂമി പർവ്വതങ്ങൾ ആണിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വിഡ്ഢികൾ, മൃഗമനസ്കരായ ആളുകൾ നമ്മെ കളിയാക്കിയിട്ടുണ്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞെന്ന്. ഇന്ന് പർവ്വതങ്ങളുടെ ഭൂമിയിൽ ആണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ ഇന്ന് നമുക്ക് മുമ്പിൽ വരാറുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ എത്രയുണ്ടോ അതിനേക്കാൾ 9 ഇരട്ടിയോളം ആഴത്തിലേക്ക് അതിൻ്റെ അടിവേരുകൾ ആണ്ട് നിൽക്കുകയാണ്. ആരാണ് ഇതൊക്കെ ചെയ്തത്? വർജഅൽനാ ഫിഹാ, അതിൽ നാം സ്ഥാപിച്ചു. അൽ ജിബാൽ, മലകളെ എന്നല്ല, റവാസിയ, ആഴത്തിൽ വേരിറക്കി നിൽക്കുന്ന പർവ്വതങ്ങളെ. എന്നിട്ട് വിവിധ ഇനം ഫലവർഗങ്ങളെ നാം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുമില്ലേ, തന്നില്ലേ? ഇതൊക്കെ പടച്ചോൻ തന്നല്ലേ? ഒന്ന് ചിന്തിച്ചൂടെ? അങ്ങനെ തബ്സിറത്തൻ, ഇത് നിങ്ങൾക്ക് ഒരു ഉൾക്കാഴ്ചയാകാൻ, വദിക്റാവോ, ഒരു ഓർമ്മക്കുറിപ്പുമായി, ലിക്കുല്ലി അബ്ദിൻ മുനീബ്, നന്ദിയോടെ തൻ്റെ തെറ്റുകളിൽ നിന്ന് തിരിച്ചു മടങ്ങുന്ന ഓരോ ദാസനും. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, ആകാശത്തു നാം അനുഗ്രഹീതമായ വെള്ളം കുറേശ്ശെയായി ഘട്ടം ഘട്ടമായി ചൊരിഞ്ഞു തന്നതുമല്ലേ? ഘട്ടം ഘട്ടമായി തരിക, നമ്മൾ വിചാരിച്ച സമയത്തല്ല, ഘട്ടം ഘട്ടമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 മാസത്തോളം ധാരാളം ബാഷ്പീകരണം സംഭവിക്കുന്ന ആ കൊടും വേനലിൻ്റെ നാളുകളിൽ ആകാശത്തേക്ക് ഒരുപാട് ബാഷ്പീകരണം ഉയർന്നു പോയിട്ട് ഒരു തുള്ളി താഴോട്ട് ചാടാതെ ആകാശ റിസർവോയറുകളിൽ അല്ലാതെ പിടിച്ചു വെച്ചില്ലേ? ഇല്ലേ? പിടിച്ചു വെച്ചല്ലോ. കൃത്യമായി ഘട്ടം ഘട്ടമായി വിചാരിക്കുന്ന സമയങ്ങളിൽ നാം അതിനെ അവതരിപ്പിക്കുകയാണ്, നാം അതിനെ ഇറക്കുകയാണ്. ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, അതിലൂടെയല്ലേ നാം തോട്ടങ്ങൾ നിർമ്മിച്ചത്.
ഈ വെള്ളത്തിൽ നിന്നല്ലേ തോട്ടം നിർമ്മിക്കുന്നത്. വഹബ്ബൽ ഹസീദ്, കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും ഇതിൽ നിന്നല്ലേ നാം നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നത്. എത്ര വലിയ അനുഗ്രഹമാണ് ഈ വെള്ളത്തിലൂടെ തന്നത് എന്നൊന്ന് ആലോചിക്കണം. അത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം പിടിച്ചാൽ കിട്ടാത്തടത്തേക്ക് ചിലപ്പോഴൊക്കെ അള്ളാഹു കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ അനുഗ്രഹം ഇത് വെറുതെ ഇങ്ങനെ സ്വാഭാവികമായ നിലയിൽ അങ്ങനെ പ്രകൃതിയിൽ കൃത്യമായ ഒരു സമയം വെച്ച് സൂര്യൻ ഉദിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഭൂമി കറങ്ങുന്നത് പോലെ അങ്ങനെ തന്നെ തന്നുപോയിക്കൊണ്ടിരിക്കും, അങ്ങനെ തന്നെ ഉണ്ടാകുന്നതല്ല എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് നേർക്ക് നേരെ ഉപകാരം കിട്ടേണ്ട ഈ സംഗതി പ്രകൃതിയുടെ സ്വാഭാവിക ചലനത്തിനനുസരിച്ച്, ഭൂമിയുടെ കൃത്യമായ കറക്കത്തിനനുസരിച്ച്, പ്രകാശത്തിൻ്റെ വേഗത്തിനനുസരിച്ചെന്ന പോലെ, സൂര്യൻ്റെ ഉദയ അസ്തമനത്തിനനുസരിച്ചെന്ന പോലെ നിങ്ങൾക്ക് നേർക്ക് നേരെ ഉപകാരം കിട്ടേണ്ട സംഗതികൾ അതുപോലെ കിട്ടേണ്ടതാണ്. പക്ഷെ കിട്ടൂല എന്നോർക്കാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് നാം തരുന്നത്. ഇതിൽ നിന്നല്ലേ വന്നഖ്ല ബാസിഖാത്ത്, ഉയരമുള്ള ഈത്തപ്പന മരങ്ങളും ഇതിൽ നിന്നല്ലേ വളരുന്നത്. അതെത്ര കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതിൽ നിന്നല്ലേ ഇതും വളരുന്നത്, ഈ വെള്ളത്തിൽ നിന്നല്ലേ. ലഹാ തൽഉൻ നദീദ്, അടുക്കടുക്കായി കുലച്ചു കിടക്കുന്ന അതിൻ്റെ കുലകളും ഒക്കെ ഈ വെള്ളത്തിൽ നിന്നല്ലേ ഉൽപ്പാദിപ്പിക്കുന്നത്. റിസ്ഖൽ ലിൽ ഇബാദ്, അവൻ്റെ അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക് അന്നമായി അള്ളാഹു വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതല്ലേ. വഅഹ്യൈനാ ബിഹി ബൽദത്തം മൈത, മൃതഭൂമിയെ നാം അതുകൊണ്ടല്ലേ ജീവൻ വെപ്പിക്കുന്നത്. ചത്ത ഭൂമിയെ, ഇനി ഒരു തരി ജീവന്റെ നാമ്പ് പോലും കിളിർക്കില്ലെന്ന് കരുതി കിടക്കുന്ന ഭൂമിയെ ഈ വെള്ളം കൊണ്ടല്ലേ നാം ജീവൻ വെപ്പിക്കുന്നത്. എത്ര വലിയ അനുഗ്രഹമാണ് ഈ വെള്ളം എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്. കദാലിക്കൽ ഖുറൂജ്, ഒടുവിൽ അള്ളാഹു ഒരു ടിപ്പണി, ഒരു കുറിപ്പ് ചേർക്കുകയാണ്. ഇതുപോലെയാണ് നിങ്ങളുടെ പുറപ്പാടും. ഭൂമിയിൽ നിന്ന് ഇനി ഒരിക്കലും നീയും നിന്റെ കോശങ്ങളും പുനർജനിക്കുകയില്ലെന്ന് കരുതി മണ്ണിൽ അടിഞ്ഞു പോയ നീ, ആ ഭൂമിയിൽ നിന്ന് ജീവന്റെ നാമ്പുകൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ നീ, ഇതുപോലെ തന്നെയാണ് ഭൂമിയിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ഉയർത്തെഴുന്നേൽക്കുന്നതുമെന്ന്. ഇതൊക്കെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന ഈ മഴയും വെള്ളവും തബ്സിറയാണ്. തബ്സിറ ഓർമ്മക്കുറിപ്പാണ്, ദിക്റായാണ്, ഉൾക്കാഴ്ചയാണ്. ഇതൊക്കെ ഓർക്കാനാണ് നമ്മുടെ ജീവിതം. ഈ നമ്മുടെ അനുകൂല അവസ്ഥകളെക്കുറിച്ച്, ആ ആനുകൂല്യങ്ങൾ തന്നവനെ കുറിച്ച് അനുകൂലാവസ്ഥയിൽ ഓർത്താൽ അത് പ്രതികൂലമാക്കാതിരിക്കാൻ ഞാൻ തീരുമാനിക്കും. ഇതാണ് പടച്ചതമ്പുരാൻ്റെ നമ്മളോടുള്ള നയം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തുണ്ടാകുന്ന സർവമാന കെടുതികൾക്കും മനുഷ്യൻ്റെ കർമ്മങ്ങൾ മാത്രമാണ് കാരണം. വസ്തുക്കൾ അല്ല ഗുണവും ദോഷവും തരുന്നത്, വസ്തുക്കളെ ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ കർമ്മങ്ങളാണ്, അമലാണ്, കർമ്മമാണ് ഈ ലോകത്ത് ഗുണദോഷങ്ങൾ വരുത്തുന്നത്. സംശയമൊന്നും വേണ്ട. ഞാനും നിങ്ങളും എങ്ങനെ അമൽ ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം കരുപ്പിടിപ്പിക്കുന്നത്. അത് ഗുണമായെങ്കിൽ ഗുണമായത് കർമ്മങ്ങൾ കൊണ്ടാണ്, അത് ദോഷമായെങ്കിൽ ദോഷമായത് കർമ്മങ്ങൾ കൊണ്ടാണ്. സംശയം വേണ്ട. ആരും നിരാശരാകണ്ട. കർമ്മങ്ങൾ നന്നാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ, ഭാഗധേയത്തെ അനുകൂലമാക്കിയെടുക്കാൻ നമുക്ക് കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് കർമ്മങ്ങൾ നന്നാക്കുക. ചീത്ത പറയരുത്, അതൊരു മോശം കർമ്മമാണ്. നല്ലത് പറയുക, സത്യം പറയുക, നല്ല വാക്ക് പറയുക സുഹൃതമാണ്. ചീത്ത പറയുക മോശം കർമ്മമാണ്. ചീത്ത പറഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ സന്തോഷമാണോ വരിക, ദുഃഖമാണോ വരിക? നല്ല വർത്തമാനം പറഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷമാണോ വരിക? സത്യം പറഞ്ഞവന് സന്തോഷമാണോ ദുഃഖമാണോ വരിക? അപ്പം കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തെ അനുകൂലമാക്കുന്നത്. പരദൂഷണവും പരിഹാസവുമായി മറ്റുള്ളവരുടെ നേരെ മെക്കെട്ട് കയറുന്നവൻ, അവൻ്റെ ജീവിതത്തിൽ സന്തോഷമാണോ വരിക? മറിച്ച് തൽസ്ഥാനത്ത് പ്രശംസയും അഭിനന്ദനവുമായി തൻ്റെ സഹോദരനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് സമൂഹത്തിൽ നന്മയാണോ തിന്മയാണോ വരിക? സഹോദരങ്ങളെ, കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ. വ്യത്യസ്തമായ കർമ്മങ്ങൾ, നമ്മുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തി തലങ്ങളെ നമുക്ക് ഗുണമാക്കും അല്ലെങ്കിൽ ദോഷമാക്കും എന്നതുപോലെ, അതുപോലെ തന്നെ ഇതൊക്കെ സാമൂഹിക ബന്ധങ്ങളെ നമുക്ക് ഗുണമാക്കി തരുമെന്ന പോലെ, മോശമാണെങ്കിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ മോശമാകുമെന്ന പോലെ അല്ലേ? കർമ്മങ്ങൾ കൊണ്ടല്ലേ സാമൂഹിക ബന്ധം നന്നാകുന്നേ. നല്ല വർത്താനം, നല്ല വാക്ക്, അഭിനന്ദനം, സ്നേഹം, ഇതൊക്കെ പറഞ്ഞ് പ്രോത്സാഹനം, അവർക്ക് സമൂഹത്തിൽ നല്ല ഇടമല്ലേ? മറിച്ചാണെങ്കിലോ, കളവാണെങ്കിലോ, പരിഹാസമാണെങ്കിലോ, പരദൂഷണമാണെങ്കിലോ, കുട്ടിക്കൊടുപ്പാണെങ്കിലോ, ഏഷണിയാണെങ്കിലോ,
സാമൂഹിക ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകും. കർമ്മമാണ് ഇവിടെ ഇടപെട്ടത്, അല്ലാതെ നമ്മുടെ മിടുക്കല്ല, നമ്മുടെ സ്കില്ലല്ല യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത്, കർമ്മമാണ്. ഇതുപോലെ അള്ളാഹു പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും, ഒരു ജനതയും മറ്റൊരു ജനതയെ മോശമാക്കരുത്, പരിഹസിക്കരുത്. പരിഹസിച്ച ജനത നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉയർന്ന് നിങ്ങളെക്കാൾ മുകളിലാകും അള്ളാഹ് പറയാ. അങ്ങനെ ലോകത്ത് സംഭവിച്ചിട്ടുള്ളൂ. ഉദാഹരണങ്ങളൊന്നും പറയാൻ നേരമില്ല. അപ്പം കർമ്മങ്ങളാണ് ഈ ലോകത്തെ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേട്, സാമ്പത്തിക രംഗത്തെ കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ, പലിശ വാങ്ങിയാൽ, ഭക്ഷണത്തിൽ മായം ചേർത്താൽ, മക്കളിൽ തലമുറകളിൽ ശാരീരികമായ അവശതകൾ, ഓട്ടിസം പോലുള്ള മഹാദുരന്തങ്ങൾ ഉണ്ടാകും. അതിൽ വലിയ പങ്ക് സാമ്പത്തിക ക്രമക്കേടുകൾക്കാണ്. അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്, പലിശ തിന്നുന്നവൻ പിശാച് തള്ളിയിട്ടവനെ പോലല്ലാതെ എഴുന്നേറ്റ് നിൽക്കില്ല. പലപ്പോഴും നിവർന്നു നിൽക്കാനാവാതെ കോടിപ്പോകുന്ന ശരീരവും മനസ്സുമായി പലപ്പോഴും മക്കൾ പിറക്കുന്ന പല കുടുംബങ്ങളിൽ, ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അവിടെയൊക്കെ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വലിയ പങ്കുണ്ട്. കർമ്മങ്ങളാണ് ഈ ലോകത്ത് നന്മയും തിന്മയും വരുത്തുന്നത്, വസ്തുക്കളല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇതാണ് ഈമാൻ, ഇതാണ് തൗഹീദ്. ഈ തിരിച്ചറിവാണ് ഈ ഉമ്മത്തിനുണ്ടാകേണ്ടത്. അതുപോലെ തന്നെയാണ് അള്ളാഹു നമ്മോട് പറയുന്നു, സാമ്പത്തിക രംഗത്ത് ക്രമക്കേട് കാട്ടിയാൽ അതിൻ്റെ കെടുതികൾ ഒരു വശത്ത്, സാമൂഹിക ബന്ധങ്ങളിൽ മോശം പ്രവർത്തിച്ചാൽ അതിൻ്റെ കെടുതികൾ സാമൂഹിക രംഗത്ത്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ജനത സക്കാത്ത് വിസമ്മതിച്ചാൽ മഴ തടയപ്പെടുമെന്ന്. മഴ വലൗലൽ ബഹാഇമു ലം തുംതറു, മൃഗങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ അവർക്ക് മഴ കിട്ടുമായിരുന്നേ ഇല്ല. വെള്ളത്തിൻ്റെ ആവശ്യമുള്ള മറ്റ് ജീവികളെ പരിഗണിച്ചിട്ടാണ്. ഇങ്ങനെ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, കാരുണ്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അതിൽ ആഹ്ലാദഭരിതനാകും. വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, എന്നാൽ അവൻ എന്തെങ്കിലും കേടോ കെടുതിയോ വന്നാൽ, ബിമാ കസബത്ത് ഐദീഹിം ബിമാ ഖദ്ദമത്ത് ഐദീഹിം, മുമ്പ് അവൻ ചെയ്തു വെച്ചിരുന്ന കൊള്ളരുതായികകളുടെ റിയാക്ഷനായി, ഇമ്പാക്റ്റായി എന്തെങ്കിലും ദോഷം അവന് വന്നാൽ, ഇതാവും യഖ്നത്തൂൻ, അപ്പോൾ അവനതാ പരക്കം പായുന്നു. നേരത്തെ അവൻ ചെയ്തു കൂട്ടിയ അരുതായികകൾക്ക് ഇതിൽ വല്ല പങ്കുമുണ്ടോ എന്ന് അവൻ ചിന്തിക്കാൻ കൂട്ടാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറഞ്ഞു വന്ന് അതിൻ്റെ ചോട്ടിൽ അള്ളാഹു അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞെല്ലാം പറയാൻ നേരമില്ല. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും ഉണ്ടാകുന്ന കുഴപ്പമുണ്ടാകുന്നു. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കൈയിരിപ്പ് കാരണമായി മാത്രം. പ്രളയമുണ്ടായാൽ, കൊടുങ്കാറ്റുണ്ടായാൽ, പേമാരി കോരിച്ചൊരിഞ്ഞ് നമ്മുടെ നിയന്ത്രണങ്ങൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാൽ, കയ്യിലിരിപ്പ് മാത്രമാണ് കാരണമെന്നുള്ള പറയുക. എന്തിനെന്നറിയോ? ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ ചെയ്തു കൂട്ടിയത് ചിലതിൻ്റെ രുചി അവരനുഭവിക്കാൻ. കുറച്ച്, എല്ലാം കൂടെ കൊടുക്കുന്നില്ല ഇവിടെ. അവർ ചെയ്ത എല്ലാ തെറ്റിനും ശിക്ഷ ഇവിടെ കൊടുക്കില്ല. ചിലതൊന്ന് തിരിച്ചറിഞ്ഞ്, എന്നിട്ട് ലഅല്ലഹും യർജിഊൻ, അവർ നേരായ ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വരാനൊന്ന് റിട്ടേൺ ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ തൂത്തുവാരി കളയാൻ പാടില്ലേ? ഒരു വലിയ പ്രളയം വന്നാൽ, ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരടി പൊക്കത്തിൽ ജീവിക്കുന്ന ഒരു നാട്, ഒരടി പൊക്കത്തിൽ വെള്ളം പൊങ്ങിയാൽ തീർന്നില്ലേ? തൂത്തുവാരുന്നില്ല അല്ലാഹ്, തൂത്തുവാരിക്കളയുന്നില്ല അള്ളാഹു. അവരുടെ കയ്യിലിരിപ്പിൽ ചിലതിനെക്കുറിച്ച് അവർക്ക് തിരിച്ചറിവുണ്ടാകാനും അവർ മടങ്ങി വരാനുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമാണ് കഴിഞ്ഞിപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, പാറമട ലോബി, വെള്ളത്തിനൊഴുകിപ്പോകാൻ കഴിഞ്ഞ വർഷം പെയ്ത അത്രയും മഴ ഇപ്പോഴും നമുക്ക് കിട്ടണം, അതേ അളവിൽ മഴ പെയ്യണം. പക്ഷെ ആ മഴ ഈ ഭൂമിയിൽ ഒഴുകാൻ വേണ്ടി അള്ളാഹു വെച്ച നീർച്ചാലുകൾ നമ്മൾ അടച്ചു കെട്ടിയില്ലേ? അള്ളാഹു വെള്ളം പെയ്യിക്കുക മാത്രമല്ല, പർവ്വതങ്ങൾ സ്ഥാപിച്ചു. ആ പർവ്വതങ്ങൾ വെള്ളം പിടിച്ചു നിർത്തി, എന്നിട്ട് അതിൽ നിന്ന് നദികളെ താഴോട്ട് പ്രവഹിപ്പിച്ചു. ആ നദികൾക്കൊഴുകാൻ വേണ്ടിയിട്ട് അള്ളാഹു നദിച്ചാലുകളും തടാകങ്ങളും കിണറുകളും അള്ളാഹു സ്ഥാപിച്ചു. അള്ളാഹു അത് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ, സൂറത്ത് അലിഫ് ലാം മീം സജദയിൽ പറയുന്നുണ്ട്, അവലം യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുറുസി, ഭൂമിയുടെ വരണ്ടുണങ്ങിയ പ്രതലങ്ങളിലേക്ക് നാം എങ്ങനെയാണ് വെള്ളം എത്തിക്കുന്നത്? ആകാശത്ത് നിന്ന് മഴ പെയ്യിച്ച് പർവ്വതങ്ങൾ അതിനെ പിടിച്ചു നിർത്തി, നദിയായി പുഴയായി അതൊഴുകി.
എന്നിട്ട് അതിന് ചാലുകൾ കീറി ഇന്റേണലും എക്സ്റ്റേണലുമായ പൈപ്പ് ലൈനുകൾ അല്ലാഹു തആല തന്നെ സ്ഥാപിച്ചുകൊണ്ട് അതിന് വെള്ളത്തിൻ്റെ മണ്ണിൻ്റെ അടിയിലേക്ക് ആ വെള്ളത്തെ അല്ലാഹു തആല ആഴ്ത്തിയിട്ട് എവിടെ കുഴിച്ചാലും രുചികരമായ ശുദ്ധമായ കിണർ ജലം കിട്ടുന്ന വിധത്തിൽ നാം ആക്കിയതല്ലേ? ആരെങ്കിലും ചെയ്തതാണോ? ഈ പൈപ്പ് ലൈൻസുകൾ, ഈ നദികൾ, ഈ തോടുകൾ, ഈ തടാകങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായും ഒഴുകി വരുന്ന വെള്ളത്തിന് സഞ്ചരിക്കേണ്ട പാത സ്വയം കണ്ടെത്തി അള്ള കാട്ടിക്കൊടുത്ത പാതകളിലൂടെ അവ ഒഴുകുകയാണ്. ഓരോ വർഷവും ആവശ്യത്തിന് മഴ പെയ്യുക. പക്ഷെ ഒഴുകാൻ വേണ്ടി ഉണ്ടായിരുന്ന അവയുടെ നീർച്ചാലുകളെ നമ്മളങ്ങ് അടക്കുകയാണ്, അല്ലേ? ലിയുദീഖഹും ബഅദല്ലദീ അമലു വരെ കയ്യിലിരിപ്പല്ലേ. പുഴയിൽ ഒഴുകിയിരുന്നത് ഇന്ന് മണലടിഞ്ഞു. മണലായിരുന്നു ഇന്നലെ നമ്മുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ സാമഗ്രിയെങ്കിൽ ഇന്ന് മണൽ വാരലില്ല. മണൽ വാര് സർക്കാർ അടക്കം നിരോധിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? മണൽ ആവശ്യമുള്ളതല്ലേ? അപ്പോൾ അതിന് ബദൽ വേണ്ടി വന്ന പാറമട ലോബികൾ, ആ ലോബികൾ മണൽ വാരാൻ ഇപ്പം അനുവദിക്കുന്നില്ല. ഇപ്പം യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ നമുക്ക് കിട്ടേണ്ടുന്ന മണലുകൾ നമുക്ക് കിട്ടുന്നില്ല. പാറ ലോബി കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്. അതിന് അധികാര കേന്ദ്രങ്ങൾ കൂട്ടുനിൽക്കുകയാണ് എപ്പോഴും. ഇപ്പോഴെന്നല്ല, എപ്പോഴും. ഇതല്ലേ യഥാർത്ഥത്തിൽ ഒഴുകിപ്പോകാൻ അവസരമില്ലാതെ ഓരോ വർഷവും കൃത്യമായ അളവിൽ പെയ്യുന്ന വെള്ളത്തിന് ഒഴുകാനുള്ള നീർച്ചാലുകൾ നമ്മൾ തടകെട്ടി തീർക്കുമ്പോൾ, കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഒരു 1/3 കൂടി നമ്മൾ നീർച്ചാലുകൾ അടച്ചു കെട്ടിയില്ലേ? പ്രളയം എത്ര രൂക്ഷതയോടുകൂടി വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു പറയുകയാണ് ലഹറൽ ഫസാദ്. ഫസാദ് എന്ന് പറഞ്ഞാൽ ലോകത്ത് കുഴപ്പമുണ്ടാകുന്നത്. കുഴപ്പമെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഘടനകൾ താറുമാറാകുന്നത്. ബിമാ ഫിൽ ബർരി വൽ ബഹർ, കടലിലാകട്ടെ കരയിലാകട്ടെ, ബിമാ കസബത ഐദിന്നാസ്, മനുഷ്യൻ്റെ കയ്യിലിരിപ്പുണ്ട. ഞാനല്ല. അള്ള ശിക്ഷിക്കുമോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിചാരിക്കുന്നത് അള്ള കാരണങ്ങളൊന്നുമില്ലാതെ വെറുതെ എന്തെങ്കിലും അങ്ങ് ചെയ്തു കളയുന്നില്ല. കയ്യിലിരിപ്പ് കാരണമായി. ഞാൻ പറഞ്ഞല്ലോ, നാവ് മോശമായാൽ സാമൂഹിക ബന്ധത്തിൽ വിള്ളല്, സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായാൽ മക്കളിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ, വൈകല്യങ്ങൾ, അതുപോലെ തന്നെ നാം പ്രകൃതിയിൽ മോശമായി ഇടപെട്ടാൽ പ്രളയം, കൊടുങ്കാറ്റ് പോലുള്ള ദുരന്തങ്ങൾ. ബിമാ കസബത്ത് ഐദിന്നാസ്, എല്ലാം മനുഷ്യൻ്റെ കയ്യിലിരിപ്പാ. മനുഷ്യനാണ് ഇടപെടുന്നത്. അള്ളാഹു നമ്മോട് വമാ ലലമൂന വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, നാം അവരെ ആക്രമിച്ചിട്ടില്ല ഒട്ടും. വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, അവരവരെ തന്നെയാണ് ആക്രമിച്ചത്. ഖുർആനിലെ ആയത്ത് പലവട്ടമുണ്ട്. വമാ ലലമൂന, നാം അവരെ ഒട്ടും ആക്രമിച്ചിട്ടില്ല, അവരവരെ തന്നെ ആക്രമിച്ചതാണ്. അപ്പം അള്ളാഹുവിൻ്റെ അദാബുകൾ വരാതെ നമ്മൾ നമ്മുടെ എല്ലാ മേഖലയും സൂക്ഷിക്കണം. വ്യക്തിബന്ധങ്ങൾ, സാമ്പത്തിക മേഖലകൾ, അതുപോലെ തന്നെ പ്രകൃതിയോടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് തരുന്ന കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമുക്കാർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്തതും അള്ളാഹു തന്നതുമാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ അള്ളാഹുവിൻ്റെ ഈ വലിയ അനുഗ്രഹങ്ങളോട് നന്ദിയുള്ളവരാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു താല നമുക്കെല്ലാവർക്കും നല്ല നിലയിൽ അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് അവന് നന്ദി ചെയ്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് അതിന് വിരുദ്ധമായ അരുതായികകളിൽ നിന്ന്, നിഷിദ്ധങ്ങളിൽ നകന്നു നിന്ന് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അനുകൂലമാക്കി തീർക്കാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.